ജീവിതത്തിന്റെ പല അനുഭവങ്ങളിൽ പലവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ ലോകത്ത് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഏവർക്കും എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന് 33-ാമത്തെ ഏറ്റവും അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു കർത്താവ് പറയാം, ലോകത്തിൽ കഷ്ടമുണ്ട്, സത്യമാണ്. അതിനെ കാണുമ്പോൾ, ആ കഷ്ടങ്ങൾ ലൈഫിനകത്ത് വരുമ്പോൾ അതിൽ തളർന്നു പോകാനല്ല, ആ കഷ്ടങ്ങൾക്കകത്ത് പരാജയപ്പെട്ടു പോകാനല്ല, അധൈര്യപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയണം. കാരണം കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് ഈ ദിവസം ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ പല അനുഭവങ്ങളിൽ പലവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ ലോകത്ത് പലതും നമുക്ക് ലഭിക്കാം, പക്ഷേ സമാധാനം എങ്ങനെ നിന്നും ലഭിക്കയില്ല. സമാധാനം ലഭിക്കണമെങ്കിൽ, യഥാർത്ഥ സ്വസ്ഥത ലഭിക്കണമെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലോകത്തിൽ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, അതിൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. കാരണം യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ എനിക്കൊരു സന്ദേശം കൈമാറാനുണ്ട്. യേശു ലോകത്തെ ജയിച്ചതുകൊണ്ട് നിന്റെ സാഹചര്യങ്ങളെ നീ ജയിക്കും, നിന്റെ ബുദ്ധിമുട്ടുകളെ നീ ജയിക്കും, നിന്റെ പ്രതിസന്ധികളെ നീ ജയിക്കും. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്നത് ജയാളിയായ ഒരു കർത്താവിനെയാണ്. യേശു സകലത്തിനെയും ജയിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്ന മരണം കൊണ്ടാണ്. ഈവൻ മരണത്തെ പോലും ജയിച്ച് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന യേശു കർത്താവ് ജയാളിയായി മാറിയത് കൊണ്ട് അവൻ സകലത്തെ പാപത്തെയും രോഗത്തെയും മരണത്തെയും ജയിച്ച് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് നീ തോറ്റവനല്ല, നീ പരാജയപ്പെട്ടവനല്ല. ലോകത്തിലെ കഷ്ടങ്ങൾക്ക് നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. കാരണം യേശു കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു കർത്താവ് നിനക്ക് വേണ്ടി ജയാളിയായി മാറി. അതുകൊണ്ട് ഉറപ്പോടെ ഏറ്റുപറയുക, ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല, ഞാൻ തോറ്റു പോകത്തില്ല. എന്നെ ജയിപ്പിക്കുന്ന, എന്നെ ജയാളിയാക്കി മാറ്റുന്ന ജയകരമായ ജീവിതം നയിക്കുവാൻ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചിരിക്കാൻ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഒരു സാഹചര്യങ്ങൾക്കും എന്നെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ അത് നിന്നെ തളർത്തത്തില്ല. അധൈര്യപ്പെട്ടു പോകാതിരിക്കുക. കർത്താവ് ജയിച്ചതിനാൽ നീയും ആ സാഹചര്യത്തെ ജയിക്കും. കർത്താവിനാൽ നീ അതിനെ ഓവർകം ചെയ്യും. വിശ്വാസത്തോടെ ഈ ദൈവശബ്ദത്തിന് ആമേൻ പറയുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.